പണ്ടൊരു ഗ്രാമത്തിൽ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, വീരുവും രാമുവും. രണ്ടുപേരും സമയം കിട്ടുമ്പോഴെല്ലാം ഒത്തുകൂടുമായിരുന്നു. അവർ ഒരുമിച്ച് കളിച്ചുല്ലസിച്ച് നടന്നു. അവരുടെ ഗ്രാമത്തിനോട് ചേർന്ന് ഒരു കാടുണ്ടായിരുന്നു. വന്യമൃഗങ്ങളെല്ലാമുള്ള ഒരു വലിയ കാടായിരുന്നു അത്. ഒരു ദിവസം വീരു രാമുവിനോട് ചോദിച്ചു, നമുക്ക് കാട്ടിൽ പോയാലോ? അവിടെ നിറയെ പല തരത്തിലുള്ള പഴങ്ങളുണ്ട്. പഴങ്ങളും ശേഖരിച്ച് വൈകുന്നേരത്തിന് മുൻപേ മടങ്ങാം. ഇത് കേട്ട രാമുവിന് സന്തോഷമായി. അവൻ പറഞ്ഞു, തീർച്ചയായും നമുക്ക് പോകാം. എനിക്കും കാട്ടിൽ പോകുന്നത് ഇഷ്ടമാണ്. കൂടാതെ നമുക്ക് നിറയെ പഴങ്ങളും കഴിക്കാമല്ലോ. പക്ഷേ നീ എന്റെ അച്ഛനോട് ചോദിച്ച് അനുവാദം വാങ്ങണം, രാമു വീരുവിനോട് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി രാമുവിന്റെ അച്ഛന്റെ അടുക്കലെത്തി. കാര്യങ്ങൾ പറഞ്ഞു. അധികം വൈകാതെ തിരികെ എത്തണം എന്ന ഉറപ്പിൽ അച്ഛൻ സമ്മതം മൂളി. അങ്ങനെ അവർ രണ്ടുപേരും കൂടി കാട്ടിലേക്ക് പുറപ്പെട്ടു. യാത്രക്കിടയിൽ വീരു രാമുവിനോട് പറഞ്ഞു, നമ്മൾ കാട്ടിലേക്കാണ് പോകുന്നത്. വളരെയധികം സൂക്ഷിക്കണം. വന്യമൃഗങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് കേട്ട രാമു പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, നമുക്ക് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം. അങ്ങനെ അവർ കാട്ടിലെത്തി. അവിടെ മരങ്ങളിൽ നിറയെ പല തരത്തിലുള്ള പഴങ്ങൾ നിൽക്കുന്നു. ഇത് കണ്ട വീരുവും രാമുവും അത്ഭുതപ്പെട്ടു. അവർ പഴങ്ങൾ ശേഖരിക്കാനായി തുടങ്ങി. അവരുടെ മുഴുവൻ ശ്രദ്ധയും പഴങ്ങൾ ശേഖരിക്കുന്നതിൽ മാത്രമായിരുന്നു. അപ്പോൾ പുറകിൽ ഒരു ശബ്ദം കേട്ടു. അവർ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അതാ ഒരു കരടി, അത് അവരുടെ അടുത്തേക്ക് വരുന്നു. ഇത് കണ്ട വീരുവും രാമുവും ഓടി. വീരു പെട്ടെന്ന് ഓടി ഒരു മരത്തിൽ കയറി ഒളിച്ചു. എന്നാൽ രാമുവിനാകട്ടെ മരത്തിൽ കയറാൻ അറിയില്ലായിരുന്നു. കരടി രാമുവിന്റെ അടുത്തെത്താറായി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ വിഷമിച്ചു. അപ്പോഴാണ് പണ്ട് മുത്തശ്ശി അവനോട് പറഞ്ഞുകൊടുത്ത കഥ അവന് ഓർമ്മ വന്നത്. കരടി ഒരിക്കലും ജീവനില്ലാത്തവയെ ഭക്ഷിക്കുകയില്ല. അവൻ മറ്റൊന്നും ചിന്തിക്കാതെ നിലത്ത് കിടന്നു. കരടി അടുത്തെത്തിയപ്പോൾ അവൻ കണ്ണുകൾ അടച്ച് ശ്വാസം അടക്കി പിടിച്ച് ജീവനില്ലാത്ത പോലെ അനങ്ങാതെ കിടന്നു. കരടി അവന്റെ കയ്യും കാലും ചെവിയും ഒക്കെ മണപ്പിച്ചു. ജീവനില്ല എന്ന് ഉറപ്പിച്ച ശേഷം കരടി അവിടെ നിന്നും പോയി. വീരു മരത്തിന്റെ മുകളിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. കരടി പോയി കഴിഞ്ഞു എന്ന് ഉറപ്പായപ്പോൾ വീരു മരത്തിൽ നിന്നും പതിയെ താഴെ ഇറങ്ങി. രാമുവിന്റെ അരികിലെത്തി അവനെ തട്ടി വിളിച്ചു. രാമു കണ്ണുകൾ തുറന്ന് ചുറ്റും നോക്കി. കരടി പോയി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ അവൻ നിലത്തു നിന്നും ചാടി എഴുന്നേറ്റു. ആശ്ചര്യം വിട്ടുമാറാത്ത വീരു രാമുവിനോട് ചോദിച്ചു, കരടി നിന്റെ ചെവിയിൽ എന്തോ പറയുന്നത് കണ്ടല്ലോ, എന്താണ് കരടി പറഞ്ഞത്? ഇത് കേട്ട രാമു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ അതോ, ആപത്തിൽ സഹായിക്കുന്നവനാണ് യഥാർത്ഥ ചങ്ങാതി. ആപത്തിൽ സഹായിക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കിപ്പോകുന്ന സുഹൃത്തിനെ ഒരിക്കലും വിശ്വസിക്കരുത് എന്നാണ് കരടി എന്നോട് പറഞ്ഞത്. രാമുവിന്റെ മറുപടി കേട്ട വീരു എളിഭ്യനായി ഒന്നും പറയാനാകാതെ തലകുനിച്ചു നിന്നു. ഗുണപാഠം: ഏത് സാഹചര്യത്തിലും നമ്മോടൊപ്പം നിൽക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ.